അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ 6 പേരെയും ഏറ്റവും പ്രധാനമായി സ്വാധീനിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, ഇദ്ദേഹം യഹൂദികളെ പോലെയാണ്. അതായത് യഹൂദികളുടെ വർത്തമാനം, അവരുടെ സാങ്കേതിക പ്രയോഗങ്ങൾ, അവരുടെ ആശയങ്ങൾ, അതെല്ലാമാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ ശക്തിയുണ്ടാകും, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കഴമ്പ് ഉണ്ടാകും. കാരണം എന്താണെന്നറിയാമോ? ഔസ് ഖസ്റജ് എന്നീ 2 പൗരാണിക അറബി കുടുംബങ്ങളാണ് യസ്രിബിൽ താമസിക്കുന്നത് എങ്കിലും യഹൂദികൾക്കാണ് മേൽക്കൈ. യസ്രിബിൽ കച്ചവടങ്ങളെല്ലാം യഹൂദികളുടെ കയ്യിലാണ്. പിന്നെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ആയുധ നിർമ്മാണം. അക്കാലത്ത് ഒഴിച്ചുകൂടാൻ കഴിയാത്തതായിരുന്നു. അതിന് ബ്ലാക്ക് സ്മിത്തുകൾ അവരുടെ കയ്യിലാണ് ഉണ്ടായത്. കൊല്ലപ്പണി അവർക്ക് മാത്രമാണ് അറിയുമായിരുന്നത്. പിന്നെ കൃഷി അപൂർവമായിരുന്നുവെങ്കിലും യഹൂദികൾ കാർഷിക സംസ്കാരത്തിലുള്ളവരായിരുന്നു. അപ്പോൾ കൃഷിയിലും വ്യവസായത്തിലും കച്ചവടത്തിലും എല്ലാം മുൻപിൽ നിൽക്കുന്ന ഒരു ജനതയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മദീനയിലെ അല്ലെങ്കിൽ യസ്രിബിലെ ജൂതന്മാർ. അതുകൊണ്ട് തന്നെ അവർ ഖസ്റജിനോളം വരില്ല എങ്കിലും ഔസിനോളം വരില്ല എങ്കിലും യസ്രിബിലെ നേതാക്കന്മാർ അവരാണ്. അവരെ കൂടാതെ ആരും ഒന്നും നിശ്ചയിക്കില്ല, തീരുമാനിക്കില്ല. മറ്റൊന്ന്, വിദ്യാഭ്യാസം അതവർക്കാ ഉള്ളത്. അറബികളിൽ മഹാഭൂരിപക്ഷത്തിനും എഴുത്തറിയില്ല, അക്ഷരങ്ങളറിയില്ല, വായിക്കാൻ അറിയില്ല. അതുള്ളത് യസ്രിബിൽ പ്രത്യേകിച്ചും ജൂതന്മാർക്ക് മാത്രമാണ്. അവർക്ക് ആ കാലഘട്ടത്തിൽ അവിടെ ഒരു സ്ഥാപനം വരെ ഉണ്ടായിരുന്നു. മിദ്റാസ് എന്ന് അവർ വിളിക്കുമായിരുന്ന ഒരു സ്ഥാപനം. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തിയിട്ടുള്ള ജീവിതത്തിന് ശേഷം നമുക്ക് ആ സ്ഥാപനത്തെ പരിചയപ്പെടാം. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ വ്യക്തി ഒരുപാട് കഴിവുകളുള്ള ഒരാളായിരിക്കും എന്ന് അവരുടെ മനസ്സ് അവരോട് പറഞ്ഞു. രണ്ടാമത്തെ ഒരു ഘടകം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ശൈലിയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ മനോഹരമാണ്. അതോടൊപ്പം വളരെയധികം സംസ്കാര സമ്പന്നവുമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, അധിക്ഷേപിക്കുന്നില്ല, ഗുരുതരമായ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. വളരെ മാന്യമായി ഒരു മഞ്ഞ് പെയ്തിറങ്ങുന്ന ലാഘവത്തോടു കൂടെ ഉള്ള സംസാരമാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. ഒരു നേതാവായി തീരാൻ, ഒരു സമുദായത്തെ നയിക്കുവാൻ ഇങ്ങനെയുള്ള ഒരാളാണ് വേണ്ടത്, അവരുടെ മനസ്സ് പറഞ്ഞു. ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരായിരുന്നു അവർ. 6 പേരായിരുന്നു. അവരുടെ നേതാവ് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം ഇസ്ലാമം സ്വീകരിച്ച് വലിയ സഹാബി വരനായി തീരുകയുണ്ടായി. അസ്അദ് ബിൻ സുറാറ, ജാബിർ ബിൻ അബ്ദുല്ല, ഔഫ് ബിനുൽ ഹാരിസ്, റാഫിഅ ബിൻ മാലിക്, ഖുത്ബ ബിൻ ആമിർ, ഉഖ്ബ ബിൻ ആമിർ. ഇതായിരുന്നു 6 ആൾക്കാർ. ഈ 6 ആൾക്കാരുടെയും ജീവചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ യസ്രിബിലെ വളരെ മുതിർന്ന ആൾക്കാർ തന്നെയാണ് എന്ന്. അവർക്കിഷ്ടപ്പെട്ടു. അവർ മഹാനായ നബിയുടെ പരിശുദ്ധമായ കരങ്ങൾ കവർന്നുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ സഹായിക്കും, ഞങ്ങൾ പിന്തുണക്കും. അത് കേട്ടതോടുകൂടെ മഹാനായ നബിയുടെ മനസ്സിൽ പ്രബോധക ജീവിതത്തിൽ ആദ്യമായി കുളിരനുഭവപ്പെട്ടു. ഇന്നുവരെ ഉണ്ടായതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരനുഭവം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരും തമ്മിൽ പറഞ്ഞ് പിരിയുമ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ അങ്ങയെക്കുറിച്ച്, അങ്ങയുടെ സന്ദേശത്തെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടുകാരോടെല്ലാം വിശദമായി പറയട്ടെ. അതിനുശേഷം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അങ്ങനെയാണ് അവർ പിരിഞ്ഞത്.
പക്ഷേ വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞാൽ അതെപ്പോഴാണ് എന്നത് വ്യക്തമായിരുന്നു. അത് അടുത്ത വർഷത്തെ തീർത്ഥാടന കാലത്താണ്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമയോടെ അടുത്ത തീർത്ഥാടന കാലത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇരുട്ടിലൂടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.